കൊത്തുന്നുണ്ട്. ഏതാ മീനാണോ? ഉണ്ണിമേരി എല്ലാത്തിനും ഒരുമിച്ച് കിട്ടിയിട്ടുള്ളൂ. അതെ, ഒരു പന്തയം ഉണ്ട്. ആരൊക്കെ തയ്യാറാവുന്ന എനിക്കിപ്പോ അറിയണം. കാശ് കിട്ടുന്ന പരിപാടിയാണ് ഞാൻ റെഡി. പന്തയത്തിന് നീ ജയിച്ചാലല്ലേ അതിന് പന്തയം എന്താന്നറിയോ? പോയി വല്ല ടിക്ടോക്ക് നോക്കണം. പെൺപിള്ളേരെ പന്തയാന്നൊക്കെ പറഞ്ഞിക്കാണല്ലേ ഒരുമാതിരി കുട്ടിക്കളിയാ. കുപ്പി കിട്ടാനുള്ള വല്ല വകുപ്പുണ്ടോ? ഉണ്ടോ? ആ നീ പറ. എന്നിട്ട് തീരുമാനിക്കാം. അത് നിങ്ങള് വള്ളടി നിർത്തണം. പറ്റുവാ? നടന്ന തന്നെ മോളെ, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പറ്റുവാ? അങ്ങനെ പെട്ടെന്ന് കുടി നിർത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല പ്രയാസാണ്. ആലോചിക്കണം, നല്ലോണം ആലോചിക്കണം. ഈ നമ്മളെ കൂട്ടത്തിൽ വന്നെന്ന് വിചാരിച്ച് നമ്മളെ നിയമങ്ങളൊന്നും മാറ്റാൻ നിക്കണ്ട. ഓളൊരു മഞ്ഞ കുപ്പായും നീ വേറെന്തേലും പറ. അയ്യോ, അതെ അതെ, ഒന്ന് നിക്ക്. എന്താണ്? ഒരു വലിയ ചലഞ്ചിനുള്ള ഒരുക്കായിട്ട് ഇതിനെ കണ്ടാ മതി. പറ്റുവാ? അനക്ക് പറ്റൂടാ? കുടി തുടങ്ങിയപ്പോ നിർത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച കൊറേ പ്രാവശ്യം ശ്രമിച്ചതാ, നടന്നിട്ടില്ല. നിർത്തണം എന്നുള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് നിർത്തണം എന്നല്ല മാനു, പക്ഷെ ഒരിക്കലൂടെ ശ്രമിക്കണം. ശ്രമിക്കോ? എനക്ക് വേണ്ടിട്ടെങ്കിലും. സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടിട്ട് ചങ്ക് വരെ പറിച്ചു കൊടുക്കുന്ന ഒരാണുങ്ങൾ അതിന് നമ്മൾ നിർത്തണ്ടല്ലോ അല്ലേ? ഈ ഓനക്ക് ചങ്കോ പൂവോ എന്താണ് പറിച്ചു കൊടുത്തോ? വേ എടുത്തിട്ടോ, ഓന്റെ അരിച്ച് തീരാനായി. ഡാ, നിങ്ങൾ എന്ത് വേണേലും തീരുമാനിച്ചോ, പക്ഷെ എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഏകദേശം ഇത് ഓക്കെ ആയിട്ടുണ്ട്, അറിയാലോ. അതെ, അത് കുറച്ചു ദിവസമേ ഉള്ളൂ. തലക്ക് വെള്ളവും കാലിന് ഇതും ഉള്ള ആരും ഇനി ഉണ്ടാവില്ല. അല്ല, നീ ഇല്ല അപ്പൊ? മദ്യപാനത്തിന്റെ എല്ലാ വശവും പറഞ്ഞത് എന്റെ ജീവിതം, എന്റെ അച്ഛന്റെ മരണം, ഇപ്പോ എന്റെ കൂടെ ഉള്ളവരുടെ ജീവിതം. ഈ മാഹിയിലൊരു ഡി അഡിക്ഷൻ സെന്റർ, അതാണ് എന്റെ സ്വപ്നം. അത് മാത്രം. ജീവിതം തകർന്നു പോയൊരിടം. ഈ മാഹിയിൽ അതൊക്കെ നടക്കുവോ? പറ്റും, തോന്നില്ലടി. പറ്റും. മദ്യം നിരോധിക്കാനാവില്ലായിരിക്കും, പക്ഷെ വർജിക്കാനാവും. അതിനുള്ള ആദ്യ പടിയാണ് ഈ ഡി അഡിക്ഷൻ സെന്റർ. സംഗതിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. മാഹിയിലെ ഭൂരിഭാഗം കുടിയന്മാരും കേരളത്തിൽ നിന്ന്. പക്ഷെ ഇവന്മാരാണ് മാഹിയുടെ അഭിമാനം. അത് കളയാൻ ശ്രമിക്കണ്ട, കളയണ്ട. അത് നമ്മളാർക്കും വിട്ടിട്ടില്ല. എന്റെ പൊന്നു ഹിതേ, ഞങ്ങൾ ഓരോരുത്തരടുത്തും ചെന്നിട്ട് പറയേണ്ടി വരും, ഒന്ന് കൂടി നിർത്തുന്ന്. ആ ചീത്തപ്പേരും കൂടി കേൾക്കാൻ ഞങ്ങളില്ല. ആലോചിക്കണമെങ്കിൽ തന്നെ രണ്ടെണ്ണം അടിക്കേണ്ടി വരും. അത് അല്ല, പറഞ്ഞോട്ടെ. നമ്മളാ പിടിച്ച മീടുക്കണ്ടേ. എന്താണ് ഒരു മൂകത മരിച്ചു പിടിച്ചെന്ന മാതിരി? അതൊന്നുമില്ല, മറ്റേ പെണ്ണുണ്ടല്ലോ ഹീത, അവള് പറഞ്ഞു ഇവന്മാരോട് കുടി നിർത്താൻ. കുടി നിർത്തേ? പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറയും, പക്ഷെ നമ്മൾ കുടി നിർത്തരുത്. രണ്ടെണ്ണം അടിച്ചില്ലേ പിന്നെ ആണാന്ന് പറഞ്ഞിട്ട് എന്തേലും കാര്യം. അത് ശരിയാ, അതാണല്ലോ ഇവർക്ക് ആകെയുള്ള സന്തോഷം. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലേ, നാളെ അത് എത്തിയാ പോരെ? ഞാനും പറയണേ. ഇന്ന് എന്തായാലും ശനിയാഴ്ച, നാളെ ഞായറാഴ്ച നിർത്താൻ പറ്റില്ല, പിന്നെ തിങ്കളാഴ്ചയാണ്. തിങ്കളും ചൊവ്വയും നിർത്താൻ ഒരു സുഖമില്ല. പിന്നെ വ്യാഴം വെള്ളി ഇവന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും ബുധനാഴ്ച അത് നമുക്ക് നല്ലൊരു പണിക്കരെ അടുത്ത് പോയിട്ട് ഒരു ഡേറ്റ് നോക്കിയിട്ട് ഗ്ലാസ് വെച്ചെടുക്കണം. എന്തിന്റെ ചെലവാന്ന് പറഞ്ഞു? സാധനം എന്തിനാ? ഇതോ? അയ്യോ, എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ. എനിക്ക് പെണ്ണ് ശരി. ഓനക്ക് പെണ്ണ് ശരിയായിന്ന്. ആര്? ഇടുമ്പോൾ അന്ന് പെണ്ണ് കാണാൻ പോയ വീട്ടിലൊരു കുട്ടിയില്ലേ, വെളുത്തിട്ടുള്ള മറ്റേ ബാലറ്റ് വഴി ഓപ്പറേറ്റ് ചെയ്ത് സംഭവം. പൊളിക്ക്. എന്നാ പിന്നെ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഓള് ബുധനാഴ്ച ഈ വിട്ടില്ലേ? അവനോട് ഇന്ന് തുടങ്ങണോ? അടിക്കാൻ പറ്റൂല. ഓൻ അടപ്പിൽ ഒഴിച്ചെടുത്താൽ മതി. അടിച്ചൂട്.